ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തെത്തിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എക്സസൈസാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അതെന്താണെന്ന് നോക്കാം. അങ്ങനെയാണ് എക്സ്പൊണൻസിയേഷൻ എന്ന് പറയുന്നത്. എക്സ് റേസ് ടു എൻ ഇനി എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എം ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. Second result, x raised to m the whole raised to n is equal to x raised to m into n. Second result, x raised to m divided by x raised to n is equal to x raised to m minus n എന്നും where m greater than n. X raised to m divided by x raised to n is equal to x raised to 1 by x raised to n minus m where n greater than n. ഈ 5 റിസൾട്ടാണ് പ്രധാനപ്പെട്ടായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററുള്ളത്. ദെൻ ലാസ്റ്റ് കണ്ടു ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സിനെ ആൻഡ് പ്രൈം ഫാക്ടേഴ്സിൻ്റെ മാത്രം പവറായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്, ഇനി ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സിനെ എല്ലാം പ്രൈം നമ്പറിൻ്റെ മാത്രം പവറായിട്ട് എഴുതുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വരെ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട എന്താണ് ഒരു നമ്പറിൻ്റെ എക്സ്പോണൻസ് ആയിട്ട് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് എൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എം എക്സ് റേസ് ടു എം പ്ലസ് എൻ. എക്സ് റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ എക്സ് റേസ് ടു എം ഇൻറ്റു എൻ. എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ എക്സ് റേസ് ടു എം മൈനസ് എൻ ആൻഡ് എക്സ് റേസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ 1 ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എൻ. ഇത് വരുന്നത് ന്യൂമറേറ്ററിലെ പവർ വലുതാണെങ്കിൽ എക്സ് റേസ് ടു എം മൈനസ് എൻ, ഡിനോമിനേറ്ററിലാണ് പവർ വലുതെങ്കിൽ 1 ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എൻ. ദെൻ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സിനെ അതിൻ്റെ പ്രൈം ഫാക്ടറിൻ്റെ മാത്രം പവറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നതിനാണ് ഇവരെ കണ്ടു. ദെൻ ലാസ്റ്റ് എക്സസൈസ് നോക്കാം. ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 65 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 128 വാട്ട് ഈസ് 2 റേസ് ടു എക്സ് പ്ലസ് 1? ഇഫ് 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 128 വാട്ട് ഈസ് 2 റേസ് ടു എക്സ് പ്ലസ് 1 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കുക 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 128 എന്നാണ് തന്നേക്കണേ. അപ്പോൾ ആൻസറും ചോദിച്ചേക്കണേ 2 റേസ് ടു എക്സ് പ്ലസ് 1. ഇതിൻ്റെ ഒരു പവറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. എക്സ് കണ്ടുപിടിക്കാൻ എന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യനേ അല്ല, 2 റേസ് ടു എക്സ് പ്ലസ് 1 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ. അപ്പോൾ എന്താ നമ്മുടെ ഈ ഒരു ഇത് നോക്കിയേ, എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എം ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ അല്ലെ എൻ പ്ലസ് എം. അതായത് രണ്ട് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്താ ആൻസർ കിട്ടുന്നത്? ഒരേ നമ്പർ തന്നെ രണ്ട് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ, അതിൻ്റെ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇനി 2 റേസ് ടു എക്സ് എന്നുള്ളത് 2 റേസ് ടു എക്സ് പ്ലസ് 1 ആകുമ്പോൾ എന്താ വരുന്നത്? 2 റേസ് ടു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നെ 2 റേസ് ടു എക്സ് ഇൻറ്റു 2 റേസ് ടു 1. ശരിയല്ലേ? 2 റേസ് ടു എക്സ് ഇൻറ്റു 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റേസ് ടു എക്സ് പ്ലസ് 1 അല്ലേ? ഓക്കെ, ദെൻ നമുക്കിവിടെ 2 റേസ് ടു എക്സ് എത്രയാണെന്നറിയാം. എത്രയാണ്? 128 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? 256. ഓക്കെ, ഇത് ഫസ്റ്റ് വേ. സെക്കൻഡ് വേ, 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 128. എക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 റേസ് ടു എക്സ് പ്ലസ് 1 കണ്ടുപിടിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് 128നെ നമ്മൾ 2ൻ്റെ മാത്രം പവറായിട്ട് എഴുതും. അപ്പോൾ അതിന് വേണ്ടി സ്പ്ലിറ്റ് ചെയ്തു. 64 again 2, 32 again 2, 16 again 2, 8 again 2, 4 again 2, 2 then last 2, 1. അതായത് 128 is equal to 2 into 2 into 2, 2 raised to 7. ഇതാണ് 128. നമ്മളോട് ചോദിച്ചാൽ എന്താ? 2 raised to x plus 1. അപ്പോൾ x is equal to 7 കിട്ടി. then 2 raised to x plus 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 raised to 7 plus 1 which is equal to 2 raised to 8 which is equal to 256. രണ്ട് രീതിയിലാണ് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ആയിട്ട് 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 128 ദെൻ 2 റേസ് ടു എക്സ് പ്ലസ് 1 കണ്ടുപിടിക്കുക. ഈ 2 റേസ് ടു എക്സ് പ്ലസ് 1 എന്നത് എക്സ് റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള ഇക്വേഷൻ വരുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന ഇക്വേഷൻ നോക്കുക. എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ അല്ലെങ്കിൽ എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എം ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. അതായത് രണ്ട് പവറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി, ഒരേ നമ്പറിന് രണ്ട് പവറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. അപ്പോൾ 2 റേസ് ടു എക്സ് പ്ലസ് 1 എന്താ? 2 റേസ് ടു എക്സ് ഇൻറ്റു 2 റേസ് ടു 1 ആണ്. അപ്പോൾ 2 റേസ് ടു എക്സ് എത്ര? 128. 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 128 ഇൻറ്റു 2 256. അതർവൈസ് രണ്ടാമത്തെ വഴി 128നെ 2ൻ്റെ മാത്രം പവറായിട്ട് എഴുതി. അപ്പോൾ 128 ഈസ് ഈക്വൽ ടു 2 റേസ് ടു 7. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എന്ത് വരും? 7 വരും. എക്സ് 7 ആണെങ്കിൽ 2 റേസ് ടു എക്സ് പ്ലസ് 1 എന്നാൽ 2 റേസ് ടു 7 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 റേസ് ടു 8. അതിൻ്റെ ആൻസർ 256. അപ്പോൾ ഒന്നാമത്തെ ആൻസറായി. സെക്കൻഡ് വൺ,
If 3 raised to x is equal to 729, what is 3 raised to x minus 1? Okay. Three raised to x is equal to 729. Then 3 raised to x minus 1 കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ എയിം. ഓക്കെ. ദെൻ ഇവിടെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുക. എക്സ് റേസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം മൈനസ് എൻ. അതായത് 3 റേസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതണമെങ്കിൽ എന്ത് പറയണം? 3 റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 3 റേസ് ടു 1 വരണം. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 3 റേസ് ടു എക്സ് എത്ര തന്നിട്ടുണ്ട്? 729. 729 ഡിവൈഡ് ബൈ 3. ആൻസർ എന്ത് വരും? 243. 729 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 243 ആൻസറും വരും. ഓക്കെ, ഇത് ഒന്നാമത്തെ വഴി. ഇനി അതർവൈസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അതിനുവേണ്ടി 729 3യുടെ മാത്രം പവർ ആയിട്ട് എഴുതാൻ പോകും. 729 ഫസ്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 243, അഗൈൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 81, അഗൈൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27, അഗൈൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, അഗൈൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, ലാസ്റ്റ് 3. ഇപ്പം എത്ര വരും? 729 ഈസ് ഈക്വൽ ടു 3 റേസ് ടു 6. ഇപ്പം നമ്മളോട് വെച്ചത് എക്സ് എന്താണെന്ന് കിട്ടി. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 6. ദെൻ 3 റേസ് ടു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 റേസ് ടു 6 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 റേസ് ടു 5 വിച്ച് ഈസ് ഈക്വൽ ടു 243. ഇങ്ങനെ രണ്ട് രീതിയിലാണ് കണ്ടുപിടിക്കുക. ഒന്നെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക, അതിനുശേഷം 3 റേസ് ടു എക്സ് മൈനസ് 1 കണ്ടുപിടിക്കുക. അതർവൈസ് 3 റേസ് ടു എക്സ് മൈനസ് 1 ഈ എക്സ്പാൻഷൻ നോക്കുക. എക്സ് റേസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ. 3 റേസ് ടു എക്സ് മൈനസ് 1 എന്നുള്ളത് എന്താണ്? 3 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 3 റേസ് ടു 1. 3 റേസ് ടു എക്സ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 729. 729 ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 243. ഓക്കെ, സെക്കൻഡ്. In 3 raised to x, 3 raised to x plus 1, 3 raised to x minus 1 and 3 raised to x plus 1 which is an even number. So it's a ചോദ്യമാണ് 3 raised to x, 3 raised to x plus 1, 3 raised to x minus 1, 3 raised to x plus 1. ഇതിലേതാണ് ഈവൻ നമ്പർ ആയിട്ട് വരുന്നത്? ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. 3 raised to x എന്ന് പറഞ്ഞാൽ 3യുടെ പവർ എടുക്കുക. നമ്മുടെ എക്സിന് പകരം പവേഴ്സ് ഓഫ് 3 ആണ് 3 റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ. എക്സ് ടൈംസ് 3 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 3 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. 3 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 3 × 3 വിച്ച് ഇസ് ഈക്വൽ ടു 9. ഒരു ഓഡ് നമ്പർ. അഗൈൻ 3 റേസ് ടു 3, 3 × 3 × 3. 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 9 × 3 വിച്ച് ഇസ് ഈക്വൽ ടു 27. അഗൈൻ ഒരെണ്ണോട് ചെയ്യാം. 3 റേസ് ടു 4, 27 × 3. നോക്കിക്കേ, ഇവിടെയെല്ലാം 3 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ. അപ്പോൾ എപ്പോഴും രണ്ട് ഓഡ് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തേ വരുള്ളൂ? ഒരു ഓഡ് നമ്പറേ ആൻസർ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക. 3 റേസ് ടു 1 3, 3 റേസ് ടു 3 × 3, ദെൻ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഗൈൻ 3. അപ്പോൾ ഇവിടെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പവർ എടുക്കുമ്പോൾ എല്ലാം എന്താ? ഒരു ഈ ഓഡ് നമ്പറാണ് കിട്ടണേ. അപ്പോൾ 3 റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഇനി 3 റേസ് ടു എക്സ് എന്ന് പറഞ്ഞ ഒരു ഓഡ് നമ്പറാണ്. അതിൻ്റെ പവർ ഒന്നുകൂടെ കുറച്ചാലും എന്ത് തന്നെയായിരിക്കും? അതും ഓഡ് നമ്പർ ആയിരിക്കും. ഇനി ഒന്ന് കൂട്ടിയാലോ? ഇപ്പോൾ 3 റേസ് ടു എക്സ്, എക്സിന് വരെ 2 കൊടുത്തു. 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. 3യുടെ സ്ക്വയർ ഒന്ന് കുറച്ചു. 3 റേസ് ടു 1 അത് 3 ആണ്, അതുകൂടാണ്. 3 റേസ് ടു എക്സ് പ്ലസ് 1 അതെന്താണ്? 3 റേസ് ടു 3 വരും. എക്സ് 2 എന്ന് എടുത്താൽ 3 റേസ് ടു 3 വരും. അപ്പോൾ അത് എന്ത് തന്നെയായിരിക്കും? ഒരു എക്സാമ്പിൾ കാണിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 2. ദെൻ 3 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 3 റേസ് ടു 2 which is equal to 9. 3 raised to x plus 1 is equal to 3 raised to 2 plus 1 which is equal to 3 raised to 3 which is equal to 27. 3 raised to x minus 1 which is equal to 3 raised to 2 minus 1 which is equal to 3 raised to 1. Answer 3. 3 raised to x എടുത്തപ്പോഴും 3 raised to x plus 1 എടുത്തപ്പോഴും 3 raised to x minus 1 എടുത്തപ്പോഴും ആൻസർ എന്ത് തന്നെയാണ്? ഒരു ഓഡ് നമ്പറാണ് കിട്ടിയത്. ദെൻ ഇനി നോക്കേണ്ടത് 3 raised to x plus 1. അതായത് എക്സിന് വരെ നമ്മൾ 2 അല്ലേ കൊടുത്തേ? 3 സ്ക്വയർ പ്ലസ് 1 which is equal to 9 plus 1 which is equal to 10. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. 3 റേസ് ടു 1 എടുത്തെന്ന് വെച്ചു. അപ്പോൾ എന്ത് പറയാം? 3 റേസ് ടു 1 പ്ലസ് 1 അതെന്തായിരിക്കും ആൻസർ? 4. 3 റേസ് ടു 3 അതായത് എക്സിന് വരെ 3 കൊടുത്തു. 3 റേസ് ടു 3 27. അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഈവൻ. അപ്പോൾ എപ്പോഴും ഈവൻ നമ്പർ ആയിട്ട് വരുന്ന ഏതാണ്? 3 റേസ് ടു എക്സ് പ്ലസ് 1. ഇപ്പോൾ 2-3 എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്ത്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക. ദെൻ ലാസ്റ്റ് 3 റേസ് ടു എക്സ് പ്ലസ് 1 എടുക്കുമ്പോൾ എപ്പോഴും എന്താണ്? 3 റേസ് ടു എക്സ് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എന്തായാലും ഓഡ് നമ്പറിൻ്റെ കൂടെ എപ്പോഴും 1 ആഡ് ചെയ്ത് എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും.
Okay. Then if 6 raised to 10 is computed, what would be the digit in ones place? 6 raised to 10 കമ്പ്യൂട്ട് ചെയ്തപ്പോൾ ആ ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കണ്ടുപിടിച്ചപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ വരുന്നത് എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 6 raised to ഓരോന്ന് എടുത്ത് നോക്കാം. 6 raised to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 6. 6 സ്ക്വയർ എന്ന് പറഞ്ഞാലോ 6 into 6 again 36. 6ൽ എൻഡ് ചെയ്തു. 6 raised to 3 6 into 6 into 6 which is equal to 36 into 6 ആണ്. എന്ത് വരും? 3 18 6 36 260. ഓക്കെ, അവിടെയും 6 ആണ് എൻ്റെ. ഒരെണ്ണം കൂടെ നോക്കാം. 6 raised to 4 6 into 6 into 6 into 6 അതെന്താണ്? 216 into 6 ആണ്. 3 times 216 ആണ്. ഒരു 6 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 6 2 12 1296 1296. അപ്പോൾ എന്ത് തന്നെയാണ്? 6ലാണ് എൻ്റെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 6നെ റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും എൻഡ് ചെയ്യുന്ന എന്തിലായിരിക്കും? 6ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അതായത് യൂണിറ്റ് പ്ലേസ് യൂണിറ്റ് പ്ലേസ് ഓഫ് 6 raised to x 6ന്റെ ഏത് പവർ എടുത്താലും is always 6 ആയിരിക്കും. ഓക്കെ, അതായത് എക്സ് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 6 raised to x എടുത്താൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് 5 raised to 6 into 1 by 5 raised to x equal to 5 raised to 10, then what is x? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 5 raised to 6 into 1 by 5 raised to x ചെയ്തപ്പോൾ ആൻസർ 1 by 5 raised to 10 ആണ് കിട്ടിയത് എങ്കിൽ എക്സ് എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങാം. 5 raised to 6 ഡിവൈഡഡ് ബൈ ഇൻറ്റു 1 by 5 raised to x ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 raised to 6 ഡിവൈഡഡ് ബൈ 5 raised to x ആണല്ലോ. ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ തന്നേക്കണേ? 1 by 5 raised to 10. അതായത് ഡിനോമിനേറ്റർ ആണ്. ആൻസർ വന്നതിൽ എന്താ? ഡിനോമിനേറ്റർ ആണ് വലുത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 5 raised to 6 ഡിവൈഡ് ബൈ 5 raised to x ചെയ്യുമ്പോൾ എന്ത് വരും? 1 by ഡിനോമിനേറ്റർ ആണല്ലോ വലുത്. അതുകൊണ്ടല്ല ആൻസറിൽ ഡിനോമിനേറ്ററിൽ പവർ വന്നേ. അപ്പോൾ 5 raised to x minus 6 വരും. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. 1 by 5 raised to 10 ഈക്വൽ ടു 1 by 5 raised to x minus 1. രണ്ടിൻ്റെയും പവർ 5ലാണ്. അപ്പോൾ x minus 6ൻ്റെ പ്ലേസ് വന്നേക്കണം ഇവിടെ എന്താ? 10. അങ്ങനെയാണ് x എന്ത് വരും? 10 plus 6 which is equal to 16 ആണല്ലോ. അതായത് ഞാൻ ജസ്റ്റ് 5 raised to 6 into 1 by 5 raised to x മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 5 raised to 6 ഡിവൈഡ് ബൈ 5 raised to x വരും. ആൻസർ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ 1 by 5 raised to 10 ആണ്. അതായത് 1 by 5 raised to 10 എന്ന് പറയണമെങ്കിൽ ഡിനോമിനേറ്റർ വലുതാണ്. അപ്പോൾ എക്സ് 6നേക്കാൾ വലുതാണ്. അതുകൊണ്ട് എന്ത് കൊടുക്കാം? 5 raised to 6 ഡിവൈഡ് ബൈ 5 raised to x എന്തായിരിക്കും? 1 by 5 raised to x minus 6 ആയിരിക്കും. ദെൻ 1 by 5 raised to 10 ഈസ് ഈക്വൽ ടു 1 by 5 raised to x minus 1. ഈ പവർ മാത്രം ഇക്വേറ്റ് ചെയ്യുക. അതായത് 5 raised to 10 ഈക്വൽ ടു 1 by 5 raised to ഇതല്ല 1 by 5 raised to 10 ഈസ് ഈക്വൽ 1 by 5 raised to x minus 1. അതായത് ഡിനോമിനേറ്ററിലെ പവറുകൾ സെയിം ആണ്. അപ്പോൾ x minus 6 ഈസ് ഈക്വൽ ടു 10. ദെൻ x ഈസ് ഈക്വൽ ടു 10 plus 6 ഈസ് ഈക്വൽ ടു 16. ഇതിൻ്റെ ഒന്നാമത്തെ വഴി. സെക്കൻഡ് നോക്കുക. 5 raised to 6 into 1 by 5 raised to x is equal to 1 by 5 raised to 10. അതായത് 5 raised to 6 into 5 raised to എന്ന് പറഞ്ഞാൽ എന്താണ്? 5 raised to 6 ഡിവൈഡ് ബൈ 5 raised to x. ആൻസർ 1 by 5 raised to 10 ആണ്. അപ്പോൾ നോക്കുക, ഡിനോമിനേറ്റർ ആണ് വലുത്. എക്സിൽ ഏത് നമ്പർ വന്നാലാണ് ഇത് 1 by 5 raised to 10 വരുന്നതെന്നുള്ളത് ആലോചിക്കുക. അതായത് ഡിനോമിനേറ്റർ ആണ് വലുത്. അങ്ങനെ എക്സ് 16 വന്നാൽ എന്തുണ്ടാവുള്ളൂ? 5 raised to 6 into 1 by 5 raised to 16 is equal to 1 by 5 raised to 6 divided by 5 raised to 16 which is equal to 1 by 5 raised to 16 minus 6 which is equal to 1 by 5 raised to 10. അതായത് ഈ 5 raised to 6 എന്നുള്ള സ്ഥാനത്ത് എക്സിന് 16 വന്നു. 5 raised to 66 into 1 by 5 raised to 16 which is equal to 5 raised to 6 divided by 5 raised to 16 which is equal to 1 by 5 raised to 16 minus 6 which is equal to 1 by 5 raised to 10. ഓക്കെ, അപ്പോൾ 1 by 5 raised to 10 എന്ന ആൻസർ വരണമെങ്കിൽ 1 by 5 raised to x എക്സ് എന്തായിരിക്കണം? 16 ആയിരിക്കണം. ഒന്നുകിൽ നിങ്ങൾ മനക്കണക്കായിട്ട് ആലോചിക്കുക. 5 raised to 6 ഡിവൈഡ് ബൈ 5 raised to x ആൻസർ 5 raised to 10 വരണമെങ്കിൽ എക്സിൻ്റെ പ്ലേസിൽ 16 വരണം. അല്ലെങ്കിൽ പവർ ഇക്വേറ്റ് ചെയ്തിട്ട് x ഈസ് ഈക്വൽ ടു 16 എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സിംപ്ലിഫൈ
3 raised to 5 into 3 raised to 6 divided by 3 raised to 4 into 3 raised to 4. 3 raised to 5 into 3 raised to 6 divided by 3 raised to 4 into 3 raised to 4. Okay, 3 raised to 5 into 3 raised to 6 is equal to 3 raised to 5 plus 6. X raised to m into x raised to n എന്നുള്ള form. Denominator 3 raised to 4 plus 4 അതായത് same form. 3 raised to 11 divided by 3 raised to 8. ഇവിടെ x raised to m divided by x raised to m into x raised to n is equal to x raised to m plus n. X raised to m divided by x raised to n is equal to x raised to m minus n. Where m greater than n, x raised to m divided by x raised to n is equal to 1 by x raised to n minus m, where n greater than n. Okay, ഇത്രയാണ് പ്രധാനപ്പെട്ട റിസൾട്ട്. 11 divided by 3 raised to 8 is equal to x raised to m divided by x raised to m. m ന്യൂമറേറ്ററിലെ പവർ വലുതാണ്. അപ്പം 3 raised to 11 minus 8 is equal to 3 raised to 3, which is equal to 3 into 3, which is equal to 27. Final answer 27. Second one, 4 raised to 7 into 4 raised to 8 divided by 4 square into 4 raised to 3 the whole raised to 5. Okay. First numerator x raised to m into x raised to n എന്നുള്ള form. Then 4 raised to 7 into 4 raised to 8 അപ്പോൾ എന്ത് വരും? 4 raised to 7 plus 8 divided by 4 square into ബ്രാക്കറ്റിലുള്ള ആദ്യമേ ചെയ്യാം. Here x raised to m the whole raised to n is equal to x raised to m into n. ആ റിസൾട്ട് അപ്ലൈ ചെയ്യുക. 4 raised to 3 into 5 which is equal to 4 raised to 15 divided by 4 square into 4 raised to 15. Okay. ഇനി എന്ത് ചെയ്യുക? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോം അപ്ലൈ ചെയ്യുക. 4 raised to അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ 4 raised to x raised to m into x raised to n, x raised to m plus n. It is equal to 4 raised to 15 divided by 4 raised to 17. നോക്കുക, x raised to m divided by x raised to n ന്യൂമറേറ്ററിലെ പവർ ഡിനോമിനേറ്ററേക്കാൾ ചെറുതാണ്. അപ്പോൾ 1 by 4 raised to 17 minus 15, which is equal to 1 by 4 square, which is equal to 1 by 16. Final answer 1 by 16. Okay. Then last one, 6 raised to 4 the whole raised to 2. 6 raised to 4 the whole raised to 2 into 6 raised to 5 the whole raised to 3 all divided by 6 square the whole square into 6 raised to 4 the whole raised to 5. Okay, ഇതാണ് ഫൈനൽ. ഇവിടെ നമ്മൾ ഫസ്റ്റിലെ അതായത് ഒരു നമ്പറിൻ്റെ പവറായിട്ട് വരുന്നതാണ് ആദ്യമേ എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ 6 raised to 4 the whole raised to 2 അതായത് ബ്രാക്കറ്റിലുള്ള ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ ബോഡ് മാസ് റൂൾ വെച്ച് എന്താ പറയണേ? ബോഡ് മാസ് എന്ന് വെച്ചാൽ എന്താ? ബ്രാക്കറ്റ്, ഓപ്പൺ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഓക്കെ. ദെൻ ഇതിനകത്ത് എന്താണ്? പവർ ഓഫ് പവേഴ്സ് എന്നുള്ള ആദ്യമേ ചെയ്തു. 6 raised to 4 the whole raised to 2, x raised to m the whole raised to n, x raised to m into n. അപ്പോൾ എന്ത് പറയാം? 6 raised to 4 into 2 into 6 raised to 5 into 3 divided by 6 raised to 2 into 2 into 6 raised to 4 into 5. ഓക്കെ. ഇനി പവർ ആയിട്ടുള്ള എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. 6 raised to 8 into 6 raised to 15 divided by 6 raised to 4 into 6 raised to 20. Then x raised to m into x raised to n എന്നുള്ള ഫോം x raised to m plus n. 6 raised to 8 plus 15 divided by 6 raised to 4 plus 20, which is equal to 6 raised to 23 divided by 6 raised to 24, which is equal to 1 by x. ഇതുപോലെ x raised to m divided by x raised to n അതായത് ന്യൂമറേറ്ററിലെ പവർ ഡിനോമിനേറ്ററിലൊക്കെ ചെറുതാണ്. അപ്പോൾ 1 by ഫോം വരും. 1 by 6 raised to 24 minus 23, which is equal to 1 by 6 raised to 1 ആണ്. അത് 1 by 6. അപ്പോൾ ഫൈനൽ ആൻസർ 1 by 6. അപ്പോൾ ഈ ഒരു ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച എല്ലാ റിസൾട്ടുകളും ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.